നമസ്കാരം. ക്രിസ്തുമസ് ആഘോഷ നിറവിലാണ് നാട്. എല്ലാ CCTV പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിച്ച നാട്. ക്രിസ്മസിനോടനുബന്ധിച്ച് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടികളും വർണ്ണാഭം. എരനെല്ലൂരിൽ വീട് കുത്തി തുറന്ന മോഷണം. പണവും സ്വർണവും മൊബൈൽ ഫോണുകളും കവർന്നു. പൊറുത്തൂർ ജോയിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. കുരുക്കഴിയാതെ കേച്ചേരി. തൃശൂർ കുന്നംകുളം പാതയിലെ പ്രധാന ജംഗ്ഷനായ കേച്ചേരിയിലെ ഗതാഗത കുരുക്ക് തുടർക്കഥയാകുന്നു. മൌനം പാലിച്ച അധികൃതർ. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് പെരുമ്പടപ്പ് SI N ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തു. തൃശൂർ റേഞ്ച് DIGയുടേതാണ് നടപടി. വാർത്തകൾ വിശദമായി. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം ഉൾക്കൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷം. ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ഭക്തി നിർഭരമായും മധുരം പങ്കുവച്ചും ആഘോഷപൂർവ്വം കൊണ്ടാടി. നക്ഷത്രങ്ങളും പുൽക്കൂടും ദീപാലങ്കൃതമായ ക്രിസ്മസ് ട്രീകളുമായാണ് വിശ്വാസികൾ ഉണ്ണിയേശുവിന്റെ പിറവി ആഘോഷമാക്കിയത്. പള്ളികളിൽ പ്രാർത്ഥനാ നിർഭരമായ പാതിരാ കുർബാനകൾ നടന്നു. ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപം ഭക്തിനിർഭരമായ പ്രദക്ഷിണമായി ദേവാലയങ്കണങ്ങളിൽ ഒരുക്കിയ പുൽക്കൂട്ടിൽ പ്രതിഷ്ഠിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സന്നിഹിതരായവർക്കെല്ലാം കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചാണ് ദേവാലയങ്ങളിലെ തിരുകർമ്മങ്ങൾ സമാപിച്ചത്. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സർവരും ഒന്നായി തിരുപ്പിറവി ആഘോഷിക്കുന്ന സന്ദർഭമാണിത്. ഏത് വിഷമകാലത്തിനുമപ്പുറം നന്മയുടെ ഒരു നല്ല കാലമുണ്ടാകുമെന്ന സങ്കല്പത്തിന്റെ സാക്ഷാത്കാരമാണ് ക്രിസ്മസ്. പ്രത്യാശയുടെ പ്രകാശം പ്രസരിപ്പിക്കുന്ന സന്ദർഭമാണ് ലോകമാകെ കൊണ്ടാടപ്പെടുന്ന ക്രിസ്മസ് ആഘോഷം. അന്ധകാരം നിറഞ്ഞ കെട്ടകാലത്ത് നമ്മുടെ മനസ്സിലേക്കും ലോകത്തിലേക്കും വെളിച്ചമായി സ്നേഹത്തിന്റെ പുതിയ വഴിത്താരകളാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ സമ്മാനിക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ഈ ബുള്ളറ്റിനിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. എരനെല്ലൂരിൽ വീട് കുത്തിത്തുറന്ന മോഷണം. എരനെല്ലൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ പൊറുത്തൂർ ജോയിയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. 67,000 ഇന്ത്യൻ രൂപയും 5,100 സൗദി റിയാലും 2 മൊബൈൽ ഫോണുകളും 3 ഗ്രാം തൂക്കം വരുന്ന 2 സ്വർണ്ണ മോതിരങ്ങൾ എന്നിവയാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസം രാത്രി ക്രിസ്തുമസ് പാതിരാ കുർബാനയ്ക്കായി ജോയിയും കുടുംബാംഗങ്ങളും പോയ സമയത്താണ് മോഷണം നടന്നത്. വീട്ടുകാർ വെച്ച സ്ഥലത്ത് നിന്ന് താക്കോലെടുത്ത് മുൻവാതിൽ തുറന്ന് അകത്ത് കടന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത്. ജോയി, ഭാര്യ മെറീന, മക്കളായ ജെറി, ഡാനിയൽ എന്നിവർ രാത്രി 11:30 എരനെല്ലൂർ പള്ളിയിൽ കുർബാനയ്ക്കായി പോയത്. 1:30 കുർബാന കഴിഞ്ഞ് തിരിച്ചു വന്ന് വാതിൽ തുറന്നപ്പോഴാണ് അലമാരയിൽ നിന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ കണ്ടത്. വീട്ടുകാർ പരാതിപ്പെട്ടതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് പണവും സ്വർണവും മൊബൈൽ ഫോണുകളും നഷ്ടപ്പെട്ട വിവരം വ്യക്തമായത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ജോയിയുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന മകൻ ജെറി നാട്ടിലെത്തിയത്. ലീവിൽ വന്ന ജെറി മണി എക്സ്ചേഞ്ചിൽ മാറ്റാൻ വെച്ചിരുന്ന സൗദി റിയാലാണ് സ്വർണത്തിനും പണത്തിനും മൊബൈൽ ഫോണുകൾക്കൊപ്പം കവർന്നത്. തൃശൂർ റോഡിൽ എരനെല്ലൂർ വീട്ടിൽ മോഹനന്റെ വീട്ടിലും മോഷണശ്രമമുണ്ടായി. മുൻവാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ മോഷണശ്രമം നടത്തിയത്. കമ്പിപ്പാര വെച്ച് വാതിൽ തിക്കി തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടക്കാതായതോടെ ശ്രമം ഉപേക്ഷിച്ചു മടങ്ങുകയായിരുന്നു. ഇവിടെ മെയിൻ സ്വിച്ചിനോട് ചേർന്ന് സ്ഥാപിച്ച 3 ഫ്യൂസുകൾ ഊരിവെച്ച നിലയിലാണുള്ളത്. മോഹനനും കുടുംബവും മൂകാംബിക ക്ഷേത്ര ദർശനത്തിനായി പോയിരിക്കുകയാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ C ഗിരീഷ് കുമാർ, ജ്യോതിസ് തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വിരലടയാള വിദഗ്ധൻ KT ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ KB ഭാഗ്യനാഥ്, TA സനീഷ് എന്നിവരടങ്ങിയ ഫിംഗർ പ്രിന്റ് സംഘവും പരിശോധന നടത്തി. ജോയിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന വിരലടയാളം ലഭിച്ചതായി സൂചനയുണ്ട്. CCTV ന്യൂസ്, കേച്ചേരി. അധികാരികളുടെ നിസ്സംഗത. കുരുക്കഴിയാതെ കേച്ചേരി. തൃശൂർ കുന്നംകുളം പാതയിലെ പ്രധാന ജംഗ്ഷനായ കേച്ചേരിയിലെ ഗതാഗത കുരുക്ക് തുടർക്കഥയാകുന്നു. ശബരിമല സീസൺ ആരംഭിച്ചതോടെ ഇതുവഴിയുള്ള യാത്ര മലക്കയറ്റത്തേക്കാൾ കഠിനമായി മാറിയിരിക്കുകയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ കേച്ചേരി മേഖലയിലെ ഗതാഗത കുരുക്ക് യാത്രികരെ വലയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 പതിറ്റാണ്ടിലേറെയായി. ഇക്കാലയളവിൽ ഗതാഗത കുരുക്കിന് പരിഹാരമായി കേച്ചേരിയുടെ വികസനവും റോഡിന്റെ വീതി കൂട്ടലും സജീവ ചർച്ചയുമാണ്. എന്നാൽ ഇതെല്ലാം വെറും പ്രഹസനമായി മാറിയിരിക്കുകയാണ്. ചൂണ്ടൽ പഞ്ചായത്ത് കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിരിക്കെ ബാബു M പാലിശ്ശേരി MLAയുടെ ഇടപെടലിന്റെ ഭാഗമായി കേച്ചേരി സെന്ററിന്റെയും റോഡിന്റെയും വികസനത്തിനായി സർക്കാർ 75 കോടിയോളം രൂപ അനുവദിച്ചുവെങ്കിലും തുടർന്ന് വന്ന ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഇച്ഛാശക്തിയോടെയുള്ള ഇടപെടൽ ഉണ്ടായില്ലെന്നതാണ് കുരുക്ക് മുറുകുന്നതിലേക്ക് നയിച്ചത്. പഞ്ചായത്ത് പിന്നീട് മണലൂർ മണ്ഡലത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു.
ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഗതാഗതക്കുരുക്ക് വീണ്ടും ചർച്ചയാവുകയും മുന്നണികളും സ്ഥാനാർത്ഥികളും വാഗ്ദാനങ്ങൾ വാരിച്ചൊരിഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നതും നിർബാധം തുടരുകയാണ്. ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിസ്സംഗതയ്ക്കൊപ്പം പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയും ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടുന്നതിന് കാരണമാകുന്നുണ്ട്. ട്രാഫിക് നിയന്ത്രിക്കാൻ സ്ഥിരമായി ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്നതിൽ ഗുരുതര വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. നിയമനിർവഹണത്തിന് പോലും ആവശ്യത്തിന് പോലീസുകാരില്ല എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ന്യായം. ആക്ട്സിന്റെ വളണ്ടിയറായ VM അബൂബക്കറാണ് പ്രായാധിക്യവും രോഗാവസ്ഥയും വകവയ്ക്കാതെ പലപ്പോഴും ട്രാഫിക് നിയന്ത്രിച്ച് കുരുക്കിന് ശമനമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. കോഴിക്ക് മുല വരുന്നത് പോലെ വികസനം ഇന്ന് യാഥാർത്ഥ്യമാകും, നാളെ ശരിയാകും എന്ന് പറയുന്ന ജനപ്രതിനിധികളും സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ ന്യായങ്ങൾ കണ്ടെത്തുന്ന പൊതുമരാമത്ത് വകുപ്പിലെയും പോലീസിലെയും ഉദ്യോഗസ്ഥരും യാത്രികരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഈ ഗതാഗതക്കുരുക്കിന്റെ ഉത്തരവാദികളാണ്. ജനങ്ങളെ വലയ്ക്കുന്ന ഗതാഗതക്കുരുക്കിൽ നിന്നും കേച്ചേരിക്ക് ശാപമോക്ഷം ലഭിക്കാൻ ഇനിയും എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന ചോദ്യത്തിന് മാത്രം മറുപടിയില്ലാതെ മൗനം തുടരുകയാണ് അധികാരികൾ. CCTV ന്യൂസ്, കേച്ചേരി. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് പെരുമ്പടപ്പ് SI N ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തു. തൃശൂർ റേഞ്ച് DIGയുടേതാണ് നടപടി. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് വിവരം ചോർത്തി നൽകിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പെരുമ്പടപ്പ് SI N ശ്രീജിത്തിനെ തൃശൂർ റേഞ്ച് DIG സസ്പെൻഡ് ചെയ്തത്. തേഞ്ഞിപ്പലം SI ആയിരുന്ന സമയത്ത് സ്വർണം കടത്ത് സംഘത്തിന് ഒത്താശ ചെയ്തു നൽകുകയും പണം കൈപ്പറ്റുകയും ചെയ്തുവെന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം SPയുടെ നേതൃത്വത്തിൽ വിശദമായ വകുപ്പുതല അന്വേഷണം നടത്തിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തൃശൂർ റേഞ്ച് DIGക്ക് കൈമാറിയിരുന്നു. അന്വേഷണ റിപ്പോർട്ട് ശരിവച്ചതിനെ തുടർന്നാണ് നടപടി. എരമംഗലം കുമ്മിപ്പാലം ബണ്ട് തകർന്ന 200ഓളം ഏക്കർ കൃഷി നശിച്ചു. KLDCയുടെ നേതൃത്വത്തിൽ 5 മാസം മുൻപ് പൂർത്തിയാക്കിയ പുതിയ ബണ്ടാണ് പൊട്ടിയത്. ബണ്ട് നിർമ്മാണത്തിനു ശേഷം നടിയിൽ ആരംഭിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച രാവിലെ ബണ്ട് തകർന്നത്. ഇതുമൂലം ആനക്കോൾപ്പടവിലെ 200ഓളം ഏക്കർ കൃഷിയാണ് നശിച്ചത്. ഇത് മറ്റു പടവുകളെയും കാര്യമായി ബാധിക്കുകയും കെട്ടിനിർത്തിയ വെള്ളത്തിൽ ഗണ്യമായ കുറവ് നേരിടുകയും ചെയ്യും. പാടശേഖരങ്ങളിൽ നിന്നും 100 അടിത്തോട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്യേണ്ട സമയത്ത് ഇടയ്ക്കിടെ ബണ്ടുകൾ പൊട്ടുന്നത് കർഷകർക്ക് വലിയ തിരിച്ചടിയാണ്. നവംബർ 14-ന് കാട്ടകമ്പാൽ ചുണ്ടൻ പടവ് ബണ്ട് പൊട്ടിയിരുന്നു. ഇവിടെ താൽക്കാലിക പരിഹാരം കണ്ടെത്തിയിരുന്നു. അതിനിടയിലാണ് എരമംഗലം കുമ്മിപ്പാലം ബണ്ട് തകർന്നത്. 15ഓളം മീറ്റർ ബണ്ടാണ് ഇപ്പോൾ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ തകർന്നിട്ടുള്ളത്. തോട്ടിലെ പാഴ്ചെടികളും അനധികൃത മീൻവലയും മൂലം പലയിടത്തും ഒഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്നത് കർഷകർക്ക് ഭീഷണിയാണ്. മേഖലയിലെ കോൾപ്പാടങ്ങളിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം 100 അടിത്തോട് വഴി BM കെട്ടിലാണ് സംഭരിക്കുന്നത്. കർഷകർക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ച് പമ്പ് ചെയ്യും. മേഖലകളിലെ 20ഓളം കോൾപ്പടവുകളിൽ നിന്നുള്ള വെള്ളമാണ് ഇത്തരത്തിൽ സംഭരിച്ചു വെക്കുന്നത്. KLDC അധികൃതരും പടവ് കർഷകരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. CCTV ന്യൂസ്, പുന്നീർകുളം. സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നിരുന്ന കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ചിറമനേങ്ങാട് നെല്ലിക്കുന്ന് നുസ്രത്ത് റോഡ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് സഞ്ചാരയോഗ്യമാക്കി. നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് എഞ്ചിനീയർ സരീഷ് കുമാർ പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോജു സ്റ്റീഫൻ, മുഹമ്മദ് റാഫി മാളിയേക്കൽ, സലാം കൈതമാട്ടം, അബ്ദുള്ളക്കുട്ടി മാളിയേക്കൽ, ഉസ്മാൻ നെല്ലിക്കുന്ന്, സൈദാലി നെല്ലിക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെയിന്റനൻസ് ഗ്രാന്റ് 20 ലക്ഷം രൂപ അടങ്കൽ തുക വകയിരുത്തിയാണ് റീടാറിംഗും വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ കോൺക്രീറ്റും കാനയും നിർമ്മിച്ച റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് രാത്രിയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാവീട് മുണ്ടോക്കിൽ മുകിലിനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് SI K ഗിരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രി പടിഞ്ഞാറേ നടയിലെ സ്വകാര്യ ലോഡ്ജിന് സമീപം മദ്യം ക്ലാസ്സിൽ ഒഴിച്ച് നൽകുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. 4.5 ലിറ്റർ മദ്യം പോലീസ് ഇയാളിൽ നിന്ന് പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ASIമാരായ K സാജൻ, PK രാജേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ N രതീഷ്, ഗോപകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ KV വിപിൻ, CS സജീഷ്, T അരുൺ എന്നിവരും ഉണ്ടായിരുന്നു. പിണറായി CPIMന്റെ ഗുണ്ടാപ്പണി വീണ്ടും ഏറ്റെടുത്തുവെന്ന് DCC സെക്രട്ടറി PK രാജൻ. KPCC പ്രസിഡന്റ് K സുധാകരനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനവും പ്രതിഷേധ യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജൻ. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ വർഗീസ് മാനത്തിൽ, AD സാജു, NK സുലൈമാൻ, KP വിവേകൻ, PB ഗിരീഷ്, MB സെയ്ദ് മുഹമ്മദ്, കോയ പോക്കാക്കില്ലത്ത്, ജോബിൻ ജോസ്, CD ആൻഡോ, രവീന്ദ്രൻ കാക്കനാട്ട് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരപ്പന്റെ ഇഷ്ടകലയായ കൃഷ്ണനാട്ടം കളിക്ക് ആവശ്യമായ കോപ്പുപെട്ടികൾ വഴിപാടായി സമർപ്പിച്ചു.
തിരുവനന്തപുരം ആനയറ സ്വദേശികളായ അഡ്വക്കേറ്റ് സി രാജേന്ദ്രൻ, സി എൻ അജൻ, ദീപ രാജേന്ദ്രൻ എന്നിവരാണ് വഴിപാട് സമർപ്പിച്ചത്. കിഴക്കേ ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ കോപ്പുപെട്ടികൾ ഏറ്റുവാങ്ങി. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പി മനോജ് കുമാർ, ദേവസ്വം തഹസിൽദാർ കൃഷ്ണകുമാർ കൊട്ടാരത്തിൽ, പബ്ലിക്കേഷൻ അസിസ്റ്റന്റ് മാനേജർ കെ ജി സുരേഷ് കുമാർ, കലാനിലയം സൂപ്രണ്ട് ഡോക്ടർ മുരളി പുറനാട്ടുകര, ചുട്ടി വിഭാഗം ആശാൻ ഇ രാജു, ശില്പി കെ ജനാർദ്ദനൻ എന്നിവർ സന്നിഹിതരായിരുന്നു. വിവിധ വലുപ്പങ്ങളിലുള്ള 26 പെട്ടികളും 4 സ്റ്റൂളുകളുമാണ് സമർപ്പിച്ചത്. കൃഷ്ണമുടി, കിരീടങ്ങൾ, മദ്ദളങ്ങൾ തുടങ്ങി വ്യത്യസ്ത കോപ്പുകൾ പ്രത്യേകമാണ് സൂക്ഷിക്കുക. ചെറിയ വിശ്വരൂപം കിരീടം സൂക്ഷിക്കുന്നതിനുള്ള ഒരു പ്രത്യേക കോപ്പുപെട്ടി കോപ്പ് നിർമ്മാണ കേന്ദ്രം വകയായും സമർപ്പിച്ചു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളി പെരുന്നാളിന് കൊടിയേറി. മലങ്കരയുടെ വലിയ ബാവ എന്നറിയപ്പെടുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ ഓർമ്മ പെരുന്നാൾ 2024 ജനുവരി 2, 3 തീയതികളിൽ കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ആഘോഷിക്കുക. വികാരി ഫാദർ പീറ്റർ കാക്കശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഭദ്രാസത്തിലെ വൈദികരും സഹകാർമ്മികരായിരിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 7 സന്ധ്യാ നമസ്കാരം, തുടർന്ന് പെരുന്നാൾ പ്രദക്ഷിണം, ആശീർവാദം, അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം, പള്ളിയിൽ നിന്ന് പുറപ്പെട്ട് ചെറുകുന്ന് റോഡ്, കോട്ടയിൽ റോഡ്, പട്ടാമ്പി റോഡ് വഴി എത്തും. ജനുവരി 3 ബുധനാഴ്ച രാവിലെ 7:30 പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന, വൈകിട്ട് 5:30 സമാപന പ്രദക്ഷിണം, ആശീർവാദവും പൊതുസദ്യയും നടക്കും. വികാരി ഫാദർ പീറ്റർ കാക്കശ്ശേരി നേതൃത്വം നൽകും. ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിന്റെ സപ്തവർണം 2023 തൃശൂർ ജില്ലാ കലാമേള കുന്നംകുളം നഗരസഭ ടൗൺ ഹാളിൽ തുടക്കമായി. പ്രസിദ്ധ കഥകളി നടനും മുൻ കലാമണ്ഡലം പ്രിൻസിപ്പാളുമായ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ കലാമേള ഉദ്ഘാടനം ചെയ്തു. SPSS കേന്ദ്ര പ്രസിഡന്റ് ഡോക്ടർ പി ഗോപിനാഥൻ മുഖ്യാതിഥിയായി. PR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ SPSS സംസ്ഥാന നേതാക്കളായ കാവിൽ നാരായണൻ, TR ഹരിനാരായണൻ, TP വിജയൻ നമ്പീശൻ, PR ഹരി തുടങ്ങിയവരും ജില്ലാ നേതൃത്വവും പങ്കെടുത്തു. തുടർന്ന് പ്രാദേശിക സഭകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 7 കലാകാരന്മാരെ പുഷ്പക കലാശ്രീ അവാർഡ് നൽകി ആദരിച്ചു. തൃശൂർ പ്രാദേശിക സഭയിൽ നിന്നും മിഴാവ് വിദ്വാൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, വടക്കാഞ്ചേരി പ്രാദേശിക സഭയിൽ നിന്നും നാടകനടൻ VN നീലകണ്ഠൻ നമ്പീശൻ, മുകുന്ദപുരം പ്രാദേശിക സഭയിൽ നിന്നും മൃദംഗം ബ്രാഹ്മണിപ്പാട്ട് കലാകാരി MP പാർവതി ബ്രാഹ്മണിയമ്മ, ചേർപ്പ് പ്രാദേശിക സഭയിൽ നിന്നും മദ്ദളം വിദ്വാൻ പെരുവനം ഹരിദാസ്, കുന്നംകുളം പ്രാദേശിക സഭയിൽ നിന്നും ചെണ്ട വിദ്വാൻ അനീഷ് തായങ്കാവ്, ഗുരുവായൂർ പ്രാദേശിക സഭയിൽ നിന്നും ഇലത്താളം വിദ്വാൻ രാമാനന്ദൻ നമ്പീശൻ, തൃപ്രയാർ പ്രാദേശിക സഭയിൽ നിന്നും ബ്രാഹ്മണിപ്പാട്ട് കലാകാരി ശാന്ത ബ്രാഹ്മണിയമ്മ എന്നിവരാണ് പുഷ്പക കലാശ്രീ അവാർഡിന് അർഹരായത്. തുടർന്ന് വിദ്യാഭ്യാസ അവാർഡുകളും സമ്മാനിച്ചു. ചടങ്ങിന് VN അനിൽ സ്വാഗതവും PV നാരായണൻ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വിവിധ കലാപരിപാടികൾക്ക് തുടക്കമായി. വൈകിട്ട് 5 മണിവരെ കലാപരിപാടികളുണ്ടായി. CCTV ന്യൂസ് കുന്നംകുളം. അയനൂർ ചീനിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി. ഡിസംബർ 22, 23, 24 തീയതികളിലായിരുന്നു ആഘോഷങ്ങൾ നടന്നത്. 24 ഞായറാഴ്ച രാവിലെ 5 മണിക്ക് നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, അഭിഷേകങ്ങൾ, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അണ്ടലാടി ദിവാകരൻ നമ്പൂതിരി, മേൽശാന്തി രാജു, ഊരാളൻ സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് 4-ന് വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ ആനപ്പൂരങ്ങൾ പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും തകിൽ നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. തുടർന്ന് 5:30-ന് കൂട്ടിയെഴുന്നള്ളിപ്പിൽ മൂക്കുതല അനിയന്മാരാർ, ചൊവ്വല്ലൂർ മോഹനൻ വാര്യർ, മൂക്കുതല അപ്പുമാരാർ എന്നിവരുടെ പാണ്ടിമേളം നടന്നു. 6:30-ന് ചുറ്റുവിളക്ക്, ദീപാരാധന, തുടർന്ന് 6:50 മുതൽ കാവടി, തെയ്യം, തിറവരവ്, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി, തായമ്പക എന്നിവയും പൂരത്തിന് മാറ്റുകൂട്ടി. പുലർച്ചെ 4:30-ന് കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം 5:45-ന് കൊടി ചുവട്ടിൽ പറവെപ്പ്, കൊടിക്കൂറ താഴ്ത്തിയതോടെ പൂരമഹോത്സവത്തിന് സമാപനമായി. ആഘോഷങ്ങൾ പ്രസിഡന്റ് മുകേഷ് MK, സെക്രട്ടറി ബിനീഷ് VA, ട്രഷറർ സുദർശൻ AV, ഭരണസമിതി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്.
ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കമ്പടി തിരുനാളിനോടനുബന്ധിച്ച് ചിറ്റാറ്റുകര ആർട്സ് ക്ലബ് CAC അവതരിപ്പിക്കുന്ന ഒറ്റമരം എന്ന സാമൂഹ്യ സംഗീത നാടകത്തിന്റെ പോസ്റ്റർ ലോഞ്ചിംഗ് നടന്നു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന പോസ്റ്റർ ലോഞ്ചിംഗ് നിർവഹിച്ചു. ജനുവരി 1 പള്ളി അങ്കണത്തിൽ പ്രദർശിപ്പിക്കുന്ന നാടകത്തിന്റെ രചന മധു കണ്ണഞ്ചിറയാണ്. CP ആൻഡോ ആണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഇടവകയിലെ കലാകാരന്മാർ അഭിനയിക്കുന്ന നാടകം പ്രൊഫഷണൽ നാടകരംഗത്തേക്കുള്ള CACയുടെ ആദ്യ കാൽവെപ്പാണ്. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷനായി. സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത്, മദർ സുപ്പീരിയർ സിസ്റ്റർ ശാന്തി തെരേസ, പ്രോഗ്രാം കൺവീനർ ജസ്റ്റിൻ തോമസ്, CAC പ്രസിഡന്റ് CP ആൻഡോ എന്നിവർ സംസാരിച്ചു. തിരുനാൾ ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ CJ സ്റ്റാൻലി, ട്രസ്റ്റിമാരായ PK ആന്റണി, ലിയോ ജോസഫ്, PV പിയൂസ് എന്നിവർ നേതൃത്വം നൽകി. നല്ല നമ്മളുടെ ഈ ഇടവകയിലെ 900 കുടുംബങ്ങൾ ഉണ്ടായെന്ന് അറിയാൻ കഴിഞ്ഞത് ആ കുടുംബങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ ഒരു നല്ലൊരു കൂട്ടായ്മയിൽ നിന്ന് ഉയർന്ന് വന്നിട്ടുള്ള നല്ലൊരു നാടകമാണെന്ന് ഇവിടെ നമുക്ക് ഈ പള്ളി തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്നത്. എന്തെങ്കിലും നമുക്ക് ഇവരെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. കാരണം ഇതുപോലുള്ള കലാകാരന്മാരാണ്, അതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരാണ്. അപ്പോൾ അവര് അതായത് ലൈവായിട്ട് നടക്കുന്ന പ്രോഗ്രാമാണ്. മറ്റെന്ന് വെച്ചാൽ നമുക്ക് ഘട്ടം ഘട്ടമായിട്ടാണ്. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഡേവിഡ് പതിയാരത്തിന്റെ 7ാം ചരമവാർഷികം ആചരിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. എരുമപ്പെട്ടി മണ്ഡലം സെക്രട്ടറി AV ബിജു അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് NK കബീർ, PS സുനീഷ്, MK ജോസ്, നജീബ് കൊമ്പത്തേയിൽ, റുക്കിയ തുടങ്ങിയവർ സംസാരിച്ചു. ഷാജു താണിക്കൽ, കുട്ടൻ പതിയാരം, സജീഷ്, നിഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്വേഷവും വെറുപ്പും ആയുധമാക്കി മാറ്റി അധികാരത്തിൽ എത്തുന്നതിനു വേണ്ടി രാജ്യത്തിന്റെ പൈതൃക രീതി മാറ്റിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികൾക്ക് പ്രതിരോധം തീർക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളുടെ ബാധ്യതയാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യൂത്ത് മാർച്ച് സമാപന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുനവർ അലി ശിഹാബ് തങ്ങൾ. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന യൂത്ത് മാർച്ചിന്റെ തൃശൂർ ജില്ലാ മാർച്ച് 21 സീതി സാഹിബിന്റെ ഖബർ സിയാറത്തോടുകൂടിയാണ് ആരംഭിച്ചത്. 22 SN പുരത്ത് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ജാഥ ക്യാപ്റ്റൻ AM സനൌഫലിന് പതാക കൈമാറി പ്രയാണം ആരംഭിച്ചു. 3 പീടികയിൽ സമാപിച്ചു. 23-ാം തീയതി തൃപ്രയാറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് വാടാനപ്പള്ളിയിലും 24-ന് ചേലക്കര വാഴക്കോട് മുതൽ ചെറുതുരുത്തി വരെയും നടത്തി. സമാപന ദിവസമായ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് അണ്ടത്തോട് തങ്ങൾപ്പടിയിൽ നിന്നാണ് യൂത്ത് മാർച്ച് ആരംഭിച്ചത്. ചാവക്കാട് വസന്തം കോർണറിൽ സമാപിക്കും. മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് MP അബ്ദുസമദ് സമദാനി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PK ഫിറോസ്, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരൻ തുടങ്ങിയവർ പങ്കെടുക്കും. തങ്ങൾപ്പടിയിൽ നിന്ന് ആരംഭിച്ച യൂത്ത് മാർച്ചിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുസ്ലിം ലീഗ് പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് AK മൊയ്തുണ്ണി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ഭാഗവി തങ്ങൾ, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് MV ഷക്കീർ, മലേഷ്യൻ KMCC പ്രസിഡന്റ് PK ഹനീഫ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് പുന്നേർകുളം. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ തൃശൂർ ജില്ലാ യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ചിന് അണ്ടത്തോട് സെന്ററിൽ യൂത്ത് കോൺഗ്രസ് പുന്നേർകുളം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് റയീസിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഷാഹിദ് കൊപ്പര, റാഫി മാലിക്കുളം, ലിയാഖത്ത് പയ്യൂരയിൽ, സക്കീർ ഹുസൈൻ, അൻവർ അസൈനരാഗത്ത്, ഷരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് മാർച്ചിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെരിയമ്പലത്തും സ്വീകരണം നൽകി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AC സറൂഖ്, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് നിഖിൽ ദാസ് തുടങ്ങിയവർ ജാഥ ക്യാപ്റ്റനെ ഷോൾ അണിയിച്ചു. കോൺഗ്രസ് പുന്നേർകുളം വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണ്ടത്തോട് സെന്ററിലും സ്വീകരണം നൽകി. DCC ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ, മണ്ഡലം പ്രസിഡന്റ് മൂസ ആലത്തയിൽ, ബൂത്ത് പ്രസിഡന്റ് ചാലിൽ ഇസ്ഹാഖ്, മൊയ്തുട്ടി തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി. കാർഷിക സ്മരണകളുമായി കാട്ടകാമ്പാൽ തിരുവാതിര വാണ്യം ആഘോഷിച്ചു. സമ്മേളനം മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, പഞ്ചായത്ത് അംഗങ്ങൾ, തിരുവാതിര വാണ്യം ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. കാർഷിക വിത്തുകൾ, പച്ചക്കറി ചെടികൾ, കാർഷികോപകരണങ്ങളുടെ പ്രദർശനം, കലാപരിപാടികൾ എന്നിവയുണ്ടായി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിരുവാതിര വാണ്യം പണ്ട് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രമായിരുന്നു. ഇടനിലക്കാരില്ലാതെ ഉൽപാദകരും ഗുണഭോക്താക്കളും നേരിട്ട് നടത്തിയിരുന്ന വിപണനത്തിന് ഒട്ടേറെ പേരെത്തിയിരുന്നു. കാലക്രമേണ തിരുവാതിര വാണ്യം കാലശോഷണത്തിന്റെ വക്കിലായിരുന്നു. ഇതോടെ പഞ്ചായത്തും തിരുവാതിര വാണ്യം സമിതിയും സംയുക്തമായി വാണ്യം സംഘടിപ്പിക്കുകയായിരുന്നു. ഇത്തവണ ചിത്രശില്പ നിർമ്മാണ ക്യാമ്പും ചലച്ചിത്രമേളയും കലാപരിപാടികളുമായാണ് തിരുവാതിര വാണ്യം നടത്തുന്നത്.
ചാവക്കാട് ബ്ലാങ്ങാട് രചന ലൈബ്രറിയും വായനശാലയും എഴുത്തുമുറി വാട്സ്ആപ്പ് കൂട്ടായ്മയും സംയുക്തമായി ശാസ്ത്ര സാഹിത്യ കലാസദസ്സ് സംഘടിപ്പിച്ചു. നാടക പ്രവർത്തകൻ പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മണി ചാവക്കാട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ എഴുത്തുകാരി ബീന ബിനിലിന്റെ ലേഖനങ്ങളുടെ സമാഹാരത്തിന്റെ പ്രകാശനം കവിയും പ്രഭാഷകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി ബി.ഡി. പ്രേംപ്രസാദിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ജോസഫ്, സതി സുഗുണൻ, മൂസ ഹാജി എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. രചന ബാലവേദി അംഗങ്ങളുടെ നാടൻപാട്ടും അനിൽ പരേക്കാട് മാജിക്കും അവതരിപ്പിച്ചു. വാർഡ് മെമ്പറും ലൈബ്രറി വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ്, ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം പ്രകാശൻ, ജോസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് മെഗാ തിരുവാതിര അരങ്ങേറി. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ക്ഷേത്ര നടക്കാവിലെ ആൽമര ചുവട്ടിൽ മെഗാ തിരുവാതിര അരങ്ങേറിയത്. ചൊവ്വല്ലൂർ നൂപുരനാദം സംഘത്തിലെ കലാകാരികളുടെ നേതൃത്വത്തിലായിരുന്നു മെഗാ തിരുവാതിര. ഏകദേശം 100ഓളം വരുന്ന കലാകാരികളാണ് മെഗാ തിരുവാതിരയ്ക്ക് ചുവടുവെച്ചത്. തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് 12 ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം പ്രമുഖ സംഘങ്ങളുടെ തിരുവാതിരക്കളി നടന്നു. വരുന്നതിന്റെ ഭാഗമായാണ് തട്ടകത്തെ കലാകാരികൾ അണിനിരന്ന മെഗാ തിരുവാതിര അരങ്ങേറിയത്. ജ്യോതി ശിവന്റെ നേതൃത്വത്തിലായിരുന്നു മെഗാ തിരുവാതിരയുടെ അരങ്ങേറ്റം. മെഗാ തിരുവാതിര ആസ്വദിക്കാൻ വൻ ജനക്കൂട്ടമാണ് ക്ഷേത്രനടയിലെത്തിയത്. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് ശേഷം അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കോടൻ കൊടിയേറ്റം നിർവഹിച്ചു. ജനുവരി 1, 2, 3 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. 1-ാം തീയതി വൈകിട്ട് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ NK അക്ബർ MLA നിർവഹിക്കും. തുടർന്ന് കലാസന്ധ്യ നടക്കും. 2-ന് വിശുദ്ധരുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വെക്കലും രാത്രി കുടുംബ കൂട്ടായ്മകളിൽ നിന്ന് എഴുന്നള്ളിപ്പ്, ബാൻഡ്, തേര് മത്സരം എന്നിവ നടക്കും. 3-ന് ആഘോഷമായ ദിവ്യബലി, പ്രദക്ഷിണം, വർണ്ണമഴ എന്നിവയും ഉണ്ടാകും. ആയമുക്കിൽ വീടിനു മുകളിലേക്ക് തെങ്ങ് വീണു. ടെറസിന്റെ ഒരു ഭാഗം തകർന്നു. ആയമുക്ക് കരിമത്തിൽ വിനോദിനിയുടെ വീടിനു മുകളിലേക്കാണ് സമീപവാസിയുടെ തെങ്ങ് വീണത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:15ഓടെയായിരുന്നു സംഭവം. കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടികൾ മാറിയ സമയത്താണ് തെങ്ങ് വീണത്. അതിനാൽ വലിയ അപകടം ഒഴിവായി. പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പെരുവണ്ണൂർ സെന്റ് മേരീസ് ഇടവക പള്ളി എൽദോ പെരുന്നാളിനോടനുബന്ധിച്ച സന്ധ്യാ നമസ്കാരം നടന്നു. 25-ന് രാവിലെ 3:30 പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് തീജ്വാലയുടെ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും ഉണ്ടായി. വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ബെന്യാമിൻ ചില്ലപ്പള്ളി മുഖ്യ കാർമ്മികനായി. ഇടവക സെക്രട്ടറി TR ക്ലീറ്റസ്, ഗജാൻജി സജിൽ സൈമൺ എന്നിവരടങ്ങുന്ന കമ്മിറ്റി പെരുന്നാളിന് നേതൃത്വം നൽകി. ഇനി ക്രിസ്തുമസ് വിശേഷം. മങ്ങാട് സെന്റ് ജോർജ് ഇടവക പള്ളിയിൽ ഒരുക്കിയ ക്രിസ്തുമസ് മഹാപ്രദർശനം ശ്രദ്ധേയമാകുന്നു. കേരളത്തിൽ ആദ്യമായാണ് ഒരു ഇടവക കൂട്ടായ്മ ബൈബിളിനെ ആസ്പദമാക്കി സമഗ്രമായ ക്രിസ്തുമസ് പ്രദർശനം ഒരുക്കുന്നത്. നിരവധി പേരാണ് പ്രദർശനം കാണാനെത്തുന്നത്. മങ്ങാട് ഇടവകയിലെ ആൺപെൺ വ്യത്യാസമില്ലാതെ കൊച്ചുകുട്ടികളും വയോധികരും ഉൾപ്പെടുന്ന കൂട്ടായ്മയാണ് ഇവിടെ ഈ മഹാപ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. ബൈബിളിലെ പ്രധാനപ്പെട്ട 12 രംഗങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. മങ്ങാട് സെന്റ് ജോർജ് ഇടവക പള്ളിയങ്കണത്തിൽ 2 ഏക്കർ വരുന്ന സ്ഥലത്താണ് ക്രിസ്മസ് മഹാപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ബൈബിളിലെ പ്രധാനപ്പെട്ട 12 സന്ദർഭങ്ങളും ക്രിസ്ത്യൻ പൈതൃകങ്ങളും വിശുദ്ധ നാട്ടിലെ രംഗങ്ങളുമാണ് പ്രധാനമായും ചിത്രീകരിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ കഴിവുകളെ പ്രൊഫഷണൽ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നാണ് മഹാപ്രദർശനം തയ്യാറാക്കിയത്.
കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിലുള്ള 12 യൂണിറ്റുകൾ 12 ബൈബിൾ രംഗങ്ങൾ ഒരുക്കി. മതബോധന വിഭാഗത്തിലെ 14 ക്ലാസുകളും അധ്യാപകർ ചേർന്ന് ക്രിസ്ത്യൻ പൈതൃകങ്ങളെ അവതരിപ്പിച്ചു. ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള ഭക്തസംഘടനകൾ വിശുദ്ധ നാട്ടിലെ വിവിധ രംഗങ്ങളും സന്ദർശകർക്കുള്ള കൗതുകങ്ങളും ചിത്രീകരിച്ചു. ഇടവകാംഗങ്ങളുടെ കൂട്ടായ്മയുടെ വിജയമാണ് വിസ്മയ കാഴ്ച മികവുറ്റതാക്കിയതെന്ന് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂർ പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഏവർക്കും മങ്ങാട് ഇടവകയിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതമേകുന്നു. ഞങ്ങളുടെ വലിയ ഒരു ക്രിസ്മസ് സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബൈബിൾ രംഗങ്ങൾ, ക്രിസ്ത്യൻ പാരമ്പര്യങ്ങൾ, വിശുദ്ധ നാടിൻ്റെ രംഗങ്ങൾ, കൗതുക കാഴ്ചകൾ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള രംഗങ്ങൾ ഈ മങ്ങാട് ഇടവക കൂട്ടായ്മയുടെ ഒരു വലിയ സമ്മാനമാണിത്. ഇടവകയിലെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് 25 നോമ്പ് ആഘോഷിച്ചതാണിത്. 23 അടി ഉയരമുള്ള പടുകൂറ്റൻ വാൽനക്ഷത്രം, സമ്മാനങ്ങളുമായി ഹൈഡ്രജൻ ബലൂണിൽ ഉയർന്നു നിൽക്കുന്ന ക്രിസ്മസ് പാപ്പ തുടങ്ങിയവ പ്രദർശനത്തിലേക്ക് കാണികളെ സ്വീകരിക്കുന്നു. അകത്തു കടന്നാൽ ഹെർമോൺ മലയും ജോർദാൻ നദിയും ഗലീലി തടാകവും മുന്തിരിത്തോട്ടവും മഞ്ഞുമലയും ബത്ലഹേമിലേതുപോലെ പുൽക്കൂടും സെൽഫി പോയിന്റുകളും കുട്ടികൾക്കായുള്ള ഗാർഡനും കളിയരങ്ങുകളും ഗുഹയിലൂടെയുള്ള നടത്തവും പ്രദർശനത്തിന് മോടിക്കൂട്ടുന്നു. സർപ്പത്തിന്റെ തല തകർക്കുന്നവനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ഏദൻ തോട്ടം ജനതകളുടെ പിതാവ് അബ്രാഹത്തിന്റെ വിശ്വാസം, ദൈവജനത്തെ വിശുദ്ധ നാട്ടിലേക്ക് നയിച്ച വിമോചകൻ മോശ, തന്റെ സന്തതിക്കായി രാജ്യത്വവും സിംഹാസനവും നേടിയെടുത്ത ദാവീദ്, നസ്രത്തിൽ മാലാഖയിൽ നിന്നും മംഗളവാർത്ത അറിയുന്ന മാതാവ്, ദൈവാലയത്തിൽ ഗബ്രിയേൽ ദൂതന്റെ ദർശനമുണ്ടായ സക്കറിയ, യൂദയ മലപ്രദേശത്ത് എലിസബത്തിനെ സന്ദർശിക്കാനെത്തുന്ന കന്യകാമറിയം, രക്ഷകന്റെ ജനന അറിയിപ്പ് ആദ്യം ലഭിക്കുന്ന ആട്ടിടയന്മാർ, ശിശുവിനെ പരിച്ഛേദനത്തിനായി ദേവാലയത്തിൽ സമർപ്പിക്കുന്നു, പൂജരാജാക്കന്മാർ മരുഭൂമി താണ്ടി യേശുവിനെ കാണാനെത്തുന്നു, കുഞ്ഞിപ്പൈതങ്ങളെ വധിക്കാൻ കൽപ്പനയിടുന്ന ഹെറോദോസ് രാജാവ്, ശിശുവിന്റെ ജീവൻ രക്ഷിക്കാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന തിരുകുടുംബം എന്നിവയും ക്രൈസ്തവ പൈതൃകങ്ങളും വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതും കൗതുകം ജനിപ്പിക്കുന്നതുമാണ്. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂർ, ജനറൽ കൺവീനർ പ്രിൻസ്, കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ, ജോസഫ് ആളൂർ, ബാബു പുത്തൂർ, പബ്ലിസിറ്റി കൺവീനർ വിപിൻ വിൻസെന്റ് എന്നിവർ മഹാപ്രദർശനത്തിന് നേതൃത്വം നൽകും. ഡിസംബർ 1 മുതൽ 24 തീയതി വരെ അപാലവൃദ്ധ ജനങ്ങൾ പല രാത്രികളും പകലുകളാക്കി മാറ്റിയ ഒരു വിസ്മയ കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുക. എല്ലാ ആവിഷ്കരണങ്ങളും വ്യക്തമായി ബൈബിളിലെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ ആവിഷ്കാരങ്ങൾ. തിരുപ്പിറവി കർമ്മങ്ങൾക്ക് ശേഷം CLC ഒരുക്കിയ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിനെ കിടത്തിയതോടെയാണ് പ്രദർശനത്തിന് തുടക്കമായത്. ജനുവരി 6 വരെ നീളുന്ന ഈ പ്രദർശന നഗരിയിലേക്ക് എല്ലാ ദിവസവും രാത്രി 10 മണി വരെ സന്ദർശകർക്ക് സൗജന്യമായി പ്രവേശിക്കാം. CCTV ന്യൂസ്, എരുമപ്പെട്ടി. വിശ്വാസത്തോടൊപ്പം ഇടവകക്കാരുടെ കലാമികവ് പ്രകടമാകുന്ന ഒരു പ്രദർശനം കൂടിയാണിത്. രാവിനെ പകലാക്കിക്കൊണ്ട് 24 ദിവസം നടത്തിയ പ്രവർത്തനമാണ് ഈ വിസ്മയ കാഴ്ച ഇവിടെ നമുക്കായി സമ്മാനിച്ചത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM മുർഷീദ്, എരുമപ്പെട്ടി. സംസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷവേളയിൽ റെക്കോർഡ് മദ്യവിൽപ്പന. 3 ദിവസം കൊണ്ട് ബെവ്കോ ഔട്ട്ലെറ്റ് വഴി വിറ്റത് 154.77 കോടിയുടെ മദ്യമാണ്. ക്രിസ്മസ് തലേന്നായ ഞായറാഴ്ച 70.73 കോടിയുടെ മദ്യവിൽപ്പന നടന്നു. കഴിഞ്ഞ വർഷം ക്രിസ്മസ് തലേന്ന് 69.55 കോടിയുടെ മദ്യമാണ് വിറ്റിരുന്നത്. ഡിസംബർ 22, 23 തീയതികളിൽ 84.04 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് നടന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ 22, 23 തീയതികളിൽ 75.41 കോടിയുടെ മദ്യമാണ് വിറ്റിരുന്നത്. മദ്യവിൽപ്പനയിൽ വീണ്ടും ചാലക്കുടി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. 63,85,000 രൂപയുടെ മദ്യമാണ് അവിടെ വിറ്റത്. ചങ്ങനാശ്ശേരി ബെവ്കോ ഔട്ട്ലെറ്റാണ് മദ്യവിൽപ്പനയിൽ 2ാം സ്ഥാനത്ത്. 3ാം സ്ഥാനം ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റിനാണ്. പുതുശ്ശേരി കോളനി നിവാസികൾക്ക് ക്രിസ്മസ് സമ്മാനമായി മിനി ഹൈമാസ്റ്റ് ലൈറ്റ് മിഴി തുറന്നു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പുതുശ്ശേരി കോളനിയിൽ മിനി ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ നടന്നു. കോളനി പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോഭാജി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ്, ആസൂത്രണ സമിതി അംഗം A സജി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 1,99,983 രൂപ ചിലവഴിച്ച് കെൽട്രോണാണ് മിനി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. ഹൈമാസ്റ്റ് ലൈറ്റ് യാഥാർത്ഥ്യമായതോടെ കോളനിയും പരിസരവും പ്രകാശപൂരിതമായി. കോളനി നിവാസികളും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. ക്രിസ്മസ്
ക്രിസ്മസ് ആഘോഷ നിറവിലാണ് നാട്. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളും തിരുപ്പിറവി ശുശ്രൂഷകളും നടന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനപ്പെരുന്നാൾ ആഘോഷിച്ചു. കുന്നംകുളം പരിശുദ്ധ മാർ തോമാസ് ലീഹയാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനപ്പെരുന്നാൾ ആഘോഷിച്ചു. പുലർച്ചെ 2:30 മണിക്ക് ശുശ്രൂഷകൾ ആരംഭിച്ചു. സഹവികാരി ഫാദർ ജെറിൻ ജോർജ് വിശുദ്ധ കുർബാന അർപ്പിച്ചു. വികാരി ഫാദർ VM ഷാമുവേൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. വിശ്വാസികൾക്ക് കേക്ക് വിതരണവും നോമ്പുവീടൽ ഭക്ഷണവും ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് ട്രസ്റ്റി ഡിക്സൺ ചെറിയാൻ, സെക്രട്ടറി കുഞ്ഞുമോൻ ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. OCYM പ്രവർത്തകർ ക്രിസ്തുമസ് ക്രിബും ഒരുക്കിയിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്മസ് ഈവും മറ്റു പരിപാടികളും സംഘടിപ്പിച്ച് പാലയൂർ ദേവാലയത്തിൽ ആഘോഷം നടത്തി. ഡിസംബർ 1 മുതൽ ദേവാലയമുറ്റത്ത് KLM പാലയൂർ ഒരുക്കിയ നക്ഷത്രവും ട്രീയും ഉയർന്നതോടെ പാലയൂർ ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്നുള്ള ദിനങ്ങളിൽ സാന്തോം കൊയറിന്റെ നേതൃത്വത്തിൽ കുടുംബ കൂട്ടായ്മകൾക്കായുള്ള ജിംഗിൾ ബെൽസ് 2023 കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചു. 23-ാം തീയതി തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ചാവക്കാട് നഗരത്തിലേക്ക് നിരവധി ക്രിസ്മസ് പാപ്പമാരെയും നർത്തകരെയും അണിനിരത്തിക്കൊണ്ട് ബോൺ നത്താലെ കരോൾ പ്രയാണവും സംഘടിപ്പിച്ചു. നഗരം ചുറ്റിക്കൊണ്ടുള്ള പ്രയാണത്തിന് ചാവക്കാട് നഗരസഭ കൂട്ടുങ്ങൽ ചത്തുരത്തിൽ സംഘടിപ്പിച്ച സമാപന ചടങ്ങിൽ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് അധ്യക്ഷത വഹിക്കുകയും ചാവക്കാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഷീബ പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. തുടർന്ന് 24-ാം തീയതി ഞായറാഴ്ച രാത്രി 9:30 തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴയുടെ അധ്യക്ഷതയിൽ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ഫാദർ ജോജോ ചക്കുമൂട്ടിൽ ക്രിസ്മസ് കേക്ക് മുറിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതോടെ ക്രിസ്മസ് ഈവിന് തുടക്കമായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റോ രായപ്പൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇടവക നടത്തുകൈക്കാരനായ KJ പോൾ, CD ലോറൻസ്, തോമസ് വാക്കയിൽ എന്നിവർ സംസാരിച്ചു. KLM പാലയൂരിന്റെ നേതൃത്വത്തിൽ തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവദിച്ച് നൽകിയ കിറ്റുകൾ നാനാജാതി മതഭേദമന്യേ വിതരണം ചെയ്തു. യൂത്ത് CLC പാലയൂരിന്റെ നേതൃത്വത്തിൽ നാനോ പുൽക്കൂട് മത്സരവും കുടുംബക്കൂട്ടായ്മ കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ നക്ഷത്ര മത്സരവും KCYM പാലയൂരിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ ഭവനങ്ങളിൽ ക്രിസ്മസ് പുൽക്കൂട് മത്സരവും സംഘടിപ്പിച്ചു. വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കായി ക്രിസ്മസ് ട്രീയും പാലയൂർ ദേവാലയത്തിൽ സംഘടിപ്പിച്ചു. മാതൃവേദിയുടെ നേതൃത്വത്തിൽ ലക്കി ചൈൽഡ്, ലക്കി മദർ നറുക്കെടുപ്പുമുണ്ടായി. പാലയൂർ ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ പുൽക്കൂടും കാണികൾക്കായി തുറന്നുകൊടുത്തു. 11:30 ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് ആരംഭം കുറിച്ചു. തിരുകർമ്മങ്ങൾക്ക് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം നൽകി. അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റോ രായപ്പൻ, ഫാദർ ജോജോ ചക്കുമൂട്ടിൽ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് നോമ്പുവീടൽ സ്നേഹവിരുന്നുമുണ്ടായി. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ CM ബാബു, സന്തോഷ് TJ, ജോഫി ജോസഫ്, സെക്രട്ടറിമാരായ ബിനു താണിക്കൽ, ബിജു മുട്ടത്ത്, PRO ജെഫിൻ ജോണി, വിവിധ ഭക്തസംഘടനാ ഭാരവാഹികൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ജോയക്സ് നോയൽ എന്ന പേരിൽ ക്രിസ്മസ് കരോൾ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലൂസ്, ട്രസ്റ്റി സന്തോഷ് CJ, സെക്രട്ടറി സലിൽ C സൈമൺ എന്നിവർ നേതൃത്വം നൽകി. സൈക്കിൾ റാലി മുതൽ ടാബ്ലോകളുടെയും വാദ്യമേളങ്ങളുടെയും വിവിധ കരോൾ സംഘങ്ങളായാണ് റോഡ് ഷോ നടന്നത്. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലൂസ്, ട്രസ്റ്റി സന്തോഷ് CJ, സെക്രട്ടറി സലിൽ C സൈമൺ എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള എറണാകുളം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കുടുംബ യൂണിറ്റ് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്രിസ്മസ് കരോൾ വർണ്ണാഭമായി. ചാലിശ്ശേരിയിൽ നിന്ന് കച്ചവടവുമായി എറണാകുളത്തെത്തിയ 28ഓളം കുടുംബങ്ങൾ ചേർന്നാണ് മനോഹരമായ ക്രിസ്മസ് കരോൾ ആഘോഷം നടത്തിയത്. കുടുംബ യൂണിറ്റ് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി എറണാകുളം, വടുതല, കണ്ടനാട്, അയ്യപ്പൻകാവ്, കാക്കനാട്, ഇടപ്പള്ളി, കളമശ്ശേരി തുടങ്ങി വിവിധ സ്ഥലങ്ങളിലെ അംഗങ്ങളുടെ വീടുകളിലെത്തി ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. ക്രിസ്മസ് പാപ്പകൾ മധുര വിതരണവും നടത്തി. കരോൾ സമാപനം വൈസ് പ്രസിഡന്റ് PK ജിജു കേക്ക് മുറിച്ച് എല്ലാവർക്കും മധുരം നൽകി ആഘോഷിച്ചു. സ്നേഹവിരുന്നുമുണ്ടായി. പരിപാടികൾക്ക് വൈസ് പ്രസിഡന്റ് PK ജിജു പുലിക്കോട്ടിൽ, സെക്രട്ടറി PK ഷാമു, ട്രഷറർ AI ഡേവിസ്, എക്സിക്യൂട്ടീവ് അംഗം KP സജി, യൂത്ത് അസോസിയേഷൻ ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് ജിസ് ജോസ്, സെക്രട്ടറി KS സജിൻ, ട്രഷറർ ഫെമിൻ ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി പള്ളിയിൽ യേശുവിന്റെ തിരുജനന ശുശ്രൂഷകൾ ഭക്തിസാന്ദ്രമായി. ഞായറാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയോടുകൂടി തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് തുടക്കമായി. സൂത്താറ പ്രാർത്ഥന, പാതിര പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം ക്രിസ്തുമസിന്റെ ഏറ്റവും അനുഗ്രഹമായ തീജ്വാല ശുശ്രൂഷയ്ക്കായി വൈദികനും മദ്ബഹ ശുശ്രൂഷകരും വിശ്വാസികളും പ്രദക്ഷിണമായി ചാപ്പലിന് മുന്നിലുള്ള പ്രത്യേകം ഒരുക്കിയ തീജ്വാലയ്ക്ക് മുന്നിലെത്തി. വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി തീജ്വാലയ്ക്ക് തീ കത്തിച്ചു. സുഗന്ധദ്രവ്യം, കുന്തിരിക്കം വൈദികനും വിശ്വാസികളും തീജ്വാലയിൽ സമർപ്പിച്ച് എല്ലാവരും തീജ്വാലയെ വണങ്ങി. മദ്ബഹായിലെ 4 ദിക്കുകളിലേക്കും സ്ലീബ ആഘോഷവും നടത്തി.
പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയും അർപ്പിച്ചു. വികാരി എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ക്രിസ്മസ് ആശംസകൾ നേർന്നു. സ്നേഹവിരുന്നുമുണ്ടായി. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിസ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി പുൽക്കൂട് മത്സരം സംഘടിപ്പിച്ചു. രാത്രി എക്യുമെനിക്കൽ കരോൾ ഗാനസന്ധ്യ ഷാൻ ലീലിയോ 2023 നടക്കും. ഞായറാഴ്ച സുറിയാനി ചാപ്പൽ അങ്കണത്തിൽ ഇടവകയ്ക്ക് കീഴിലുള്ള വിവിധ കുടുംബ യൂണിറ്റുകൾ പങ്കെടുത്ത പുൽക്കൂട് മത്സരത്തിൽ അങ്ങാടി മോർ അത്താനാസിയോസ് കുടുംബ യൂണിറ്റ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. 2ാം സ്ഥാനം സെന്റ് ജോർജ് കുടുംബ യൂണിറ്റും 3ാം സ്ഥാനം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കൊരട്ടിക്കര കുടുംബ യൂണിറ്റും കരസ്ഥമാക്കി. വിജയികൾക്ക് ഇടവക വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയുടെ അധ്യക്ഷതയിൽ ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരിൽ നിന്നും കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. നിരവധി വിശ്വാസികൾ പുൽക്കൂട് കാണുവാൻ പള്ളിയിലെത്തി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ ക്രിസ്മസ് ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ പ്രിൻസ് ഐ കോലാടിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുലർച്ചെ 3:30 പ്രഭാത പ്രാർത്ഥനയും തിരുജനനത്തിന്റെ പുണ്യമായ തീജ്വാല ശുശ്രൂഷയും വിശുദ്ധ കുർബാന അർപ്പിക്കലും ക്രിസ്മസ് ശുശ്രൂഷകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുകയും ചെയ്തു. ഇടവക വികാരി ക്രിസ്മസ് സന്ദേശം നൽകി. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായി. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ പ്രിൻസ് ഐ കോലാടി, ഇടവക സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ, ഇടവക കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ, മീഡിയ കൺവീനർ എന്നിവർ നേതൃത്വം നൽകി. കരിക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് കരിക്കാട് ഭട്ടിമുറി ബ്രദേഴ്സ് പെരുന്നാൾ കമ്മിറ്റി ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊല്ലംതോറും നടത്തിവരാറുള്ള അരി കേക്ക് വിതരണം നടത്തി. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പെരുന്നാൾ പുരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ പ്രശസ്ത ഗാനരചയിതാവ് BK ഹരിനാരായണൻ അരി വിതരണം ഉദ്ഘാടനം ചെയ്തു. കരിക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ സജി കുളങ്ങാട്ടിൽ കേക്ക് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കടവലൂർ പഞ്ചായത്ത് 16ാം വാർഡ് മെമ്പർ ബിന്ദു ധർമ്മൻ ആശംസകൾ നേർന്നു. പോർക്കുളം പഞ്ചായത്ത് മെമ്പർ ജ്യോതിഷും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ബ്രദേഴ്സ് കമ്മിറ്റി ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. വികാരി ഫാദർ പീറ്റർ കാക്കശ്ശേരിയും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് പുലർച്ചെ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ക്രിസ്തുമസ് സ്നേഹവിരുന്നും നേർച്ചയുമുണ്ടായി. ശുശ്രൂഷകൾക്ക് ശേഷം വികാരി പെരുന്നാൾ കൊടിയേറ്റവും നടത്തി. ആറ്റുപുറം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമുയർത്തി വന്നെത്തിയ ക്രിസ്തുമസ് ആഘോഷത്തിന് നിറം പകർന്നുകൊണ്ടാണ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷിച്ചത്. ജോയിന്റ് സെക്രട്ടറി ഇമ്രാൻ ഹൈദർ സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുള്ള കാഞ്ഞിരപ്പള്ളി ആശംസകൾ നേർന്നു. പരസ്പരം സ്നേഹവും ഐക്യവും വർദ്ധിപ്പിക്കാൻ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ കാരണമാവട്ടെ എന്ന് അദ്ദേഹം തന്റെ ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ഷെരീഫ് പാണ്ടത്തയിൽ, ജോയ് ആറ്റുപുറം, CM സലീം എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി ബുഷറ, എക്സിക്യൂട്ടീവ് അംഗം ഷാജി, ഷംസുദ്ദീൻ ആറ്റുപുറം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ട്രഷറർ ഷെരീഫ് ആറ്റുപുറം നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ 500ഓളം ക്രിസ്മസ് പാപ്പാമാർ നിരത്തിലിറങ്ങിയ കരോൾ ഘോഷയാത്ര ശ്രദ്ധേയമായി. സെന്റ് ലാസേഴ്സ് ഇടവകയിലെ 29 കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. നിശ്ചല ദൃശ്യങ്ങൾ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. തമ്പുരാൻപടി സെന്ററിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ദേവാലയത്തിൽ സമാപിച്ചു. തുടർന്ന് കരോൾ ഗാന മത്സരവും പാപ്പ മത്സരവും ഉണ്ടായിരുന്നു. വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി. വികാരി ഫാദർ ജോയ് കൊള്ളന്നൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, കേന്ദ്രസമിതി കൺവീനർ ബിജു മുട്ടത്ത്, ട്രസ്റ്റിമാരായ ജാക്സൺ നീലങ്കാവിൽ, MF വിൻസെന്റ്, ലിൻഡോ ചാക്കോ, ഡെയ്സൺ പഴുനാന, PRO ജോബ് C ആൻഡ്രൂസ്, പാരിഷ് മീഡിയ പേഴ്സൺ രാജേഷ് ജാക്ക് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ക്രിസ്തുമസ് തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ വിൽസൺ പിടിയത്ത്, സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത്, ഫാദർ ഡേവിസ് കണ്ണനൈക്കൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് ശേഷം നടന്ന കലാപരിപാടികൾക്ക് ട്രസ്റ്റിമാരായ PV പിയൂസ്, PK ആന്റണി, PJ ലിയോ എന്നിവർ നേതൃത്വം നൽകി. വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബും ഇടവകയിലെ യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ കരോൾ ഗാന മത്സരവും സംഘടിപ്പിച്ചു. KCYMന്റെ നേതൃത്വത്തിൽ പള്ളി അങ്കണത്തിൽ നിർമ്മിച്ച പുൽക്കൂട് ആകർഷകമായി. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK മാത്യു അധ്യക്ഷനായി. സെക്രട്ടറി KC ഡേവിസ്, ജോയിന്റ് സെക്രട്ടറി KR രാധിക, ട്രഷറർ വേണു അമ്പലപ്പാട്ട്, TG സുന്ദർലാൽ, ബിജു ആൽഫ, മുരളി വടക്കൂട്ട്, സോമൻ തളി, മനോജ് വർമ്മ, നിതീഷ് വേലൂർ, ഇബ്രാഹിം പഴവൂർ, ശർമാജി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഗുരുവായൂർ YMCയുടെ നേതൃത്വത്തിൽ കേക്ക് വിതരണം നടത്തി. കിഴക്കേനടയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടന്ന കേക്ക് വിതരണം പ്രതിപക്ഷ ഉപനേതാവ് KPA റഷീദ് ഉദ്ഘാടനം ചെയ്തു. YMCA പ്രസിഡന്റ് ബാബു M വർഗീസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജിഷോ S പുത്തൂർ, വൈസ് പ്രസിഡന്റ് CD ജോൺസൺ, ജോസ് ലൂവിസ്, NK ലോറൻസ്, MV ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. 500ഓളം പേർക്കാണ് കേക്ക് വിതരണം ചെയ്തത്.
ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള തെരുവിന്റെ മക്കൾ ഇത്തവണയും പതിവ് തെറ്റിക്കാതെ ജേക്കബിന്റെ വീട്ടിലാണ് ക്രിസ്മസ് ആഘോഷിച്ചത്. കേക്ക് മുറിച്ചും പാട്ടുപാടിയും വയറു നിറയെ ഭക്ഷണം കഴിച്ചും അവർ ആഘോഷം പൊടിപൊടിച്ചു. കഴിഞ്ഞ 28 വർഷമായി ഗുരുവായൂർ സ്വദേശി ചിരിയങ്കണ്ടത്തെ ജേക്കബിന്റെ വീട്ടുമുറ്റത്ത് ക്രിസ്മസിന് അതിഗംഭീര പന്തലൊരുങ്ങും. നക്ഷത്രങ്ങളും പുൽക്കൂടും ഒരുക്കി അതിഥികളെ ക്ഷണിക്കും. ഇനി ക്ഷണിച്ചില്ലെങ്കിലും കൃത്യമായി അവരെത്തും. നാടോടികളും തെരുവുമക്കളുമാണ് ജേക്കബിന്റെ വിശിഷ്ടാതിഥികൾ. പിന്നീട് കേക്ക് മുറിച്ചും പാട്ടുപാടിയും ആഘോഷത്തിമിർപ്പിലാകും. വിവിധ സംസ്ഥാനത്തു നിന്നുള്ള ജാതിമത ഭേദമന്യേ 300ഓളം പേരാണ് ഇത്തവണ ആഘോഷത്തിൽ പങ്കാളികളായത്. ഫാദർ വർഗീസ് പുത്തൂർ ക്രിസ്മസ് സന്ദേശം നൽകി. മലയാളത്തിനു പുറമെ ഹിന്ദിയിലും സന്ദേശം പകർന്നു. ഭക്ഷണം വിളമ്പാനും മറ്റു കാര്യങ്ങൾക്കുമായി വൈദികരും സന്യസ്തരും നാട്ടുകാരും സഹായികളായി എത്തി. ചിക്കൻ ബിരിയാണി കഴിച്ച് തെരുവുമക്കളുടെ വയറ് നിറഞ്ഞപ്പോൾ സംഘാടകരുടെ മനവും നിറഞ്ഞു. അതിഥിശാല നിറയ്ക്കാൻ നാൽക്കവലയിൽ നിന്ന് ആളുകളെ വിളിച്ചുകൊണ്ടുവരാൻ യേശു പറഞ്ഞ ഉപമയുടെ ബലത്തിലാണ് ഇത്തരം ഒരു സദ്യ ഒരുക്കുന്നതെന്ന് ജേക്കബ് പറഞ്ഞു. ക്രിസ്മസ് ആഘോഷങ്ങളും ഞങ്ങൾ ഈ തെരുവുമക്കളോട് കൂടിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈശോ പറഞ്ഞൊരു ഉപമയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വലിയ സദ്യ ഒരുക്കിയ രാജാവ് വിളിക്കാൻ ഭൃത്യന്മാരയച്ചു. അവരാരും വന്നില്ല. അപ്പോൾ പിന്നെ രാജാവ് പറഞ്ഞത് നാൽക്കവലിൽ കാണുന്ന എല്ലാവരും കൊണ്ടുവന്ന് സ്ഥലം നിറയ്ക്കുവിൻ. ഇതാണ് ഈശോ പറഞ്ഞൊരു ഉപമ. തെരുവുമക്കൾക്ക് ഭക്ഷണം നൽകുക മാത്രമല്ല അവരുടെ ആശ്രയ കേന്ദ്രം കൂടിയാണ് ജേക്കബ്. അസുഖബാധിതരായി തെരുവിൽ കഴിയുന്നവർക്ക് ചികിത്സ നൽകാനും ജേക്കബിന് മടിയില്ല. ഒറ്റപ്പെട്ടു പോയവർക്കും മനോരോഗികൾക്കും അഭയകേന്ദ്രവും നൽകും. കഴിഞ്ഞ 28 വർഷത്തിനുള്ളിൽ 1000ഓളം പേർക്കാണ് ജേക്കബ് ഇത്തരത്തിൽ തണലേകിയിട്ടുള്ളത്. മരണം വരെ ഈ സബര്യ പിന്തുടരാനാണ് ആഗ്രഹമെന്നും ജേക്കബ് പറയുന്നു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ ജനന പെരുന്നാളിന്റെ ശുശ്രൂഷകൾ നടന്നു. ഇടവക വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് ഇടവക ട്രസ്റ്റി സന്തോഷ് CJ, സെക്രട്ടറി സലിൽ C. സൈമൺ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി പെരുന്തുരുത്തി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷിച്ചു. പുലർച്ചെ ഡോക്ടർ ഫാദർ സണ്ണി ചാക്കോയുടെ കാർമ്മികത്വത്തിൽ ക്രിസ്തുവിന്റെ ജനന പെരുന്നാൾ ശുശ്രൂഷകൾ തുടങ്ങി. പള്ളിക്ക് മുന്നിൽ തീജ്വാല ശുശ്രൂഷയും നടന്നു. കുർബാനയ്ക്ക് ശേഷം പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവുമുണ്ടായി. പള്ളിയിൽ പ്രഭാത ഭക്ഷണ വിതരണവും നടന്നു. വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ, ട്രസ്റ്റി CC സക്കറിയ, സെക്രട്ടറി K. മോഹൻ എന്നിവർ നേതൃത്വം നൽകി. വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി. ഇടവക വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഷിബി ജോൺ, PTA പ്രസിഡന്റ് ബെന്നി എടക്കളത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കേക്ക് മുറിച്ച് വിതരണവും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർക്ക് സ്നേഹസമ്മാനവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ കുടുംബ യൂണിറ്റുകളിൽ ഉണ്ണിയേശുവിന്റെ രൂപവുമായി വീടുകളിലേക്ക് ശനിയാഴ്ച വൈകിട്ട് കരോൾ യാത്ര നടത്തി. വാഹനങ്ങളിൽ ക്രിസ്മസ് പാപ്പ വേഷങ്ങളണിഞ്ഞ് ദീപാലങ്കാരമായിട്ടായിരുന്നു യാത്ര. പള്ളിയിൽ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. തുടർന്ന് ഇടവക യൂണിറ്റുകളുടെ ട്രീ അലങ്കാര മത്സരവും കരോൾ ഗാന മത്സരവും ഉണ്ടായി. 8 യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നടത്തിയ മത്സരത്തിൽ കടിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. ആറ്റുപുറം സെന്റ് ആന്റണീസ് യൂണിറ്റ് 2ാം സ്ഥാനവും നേടി. ക്യാഷ് പ്രൈസും ട്രോഫിയും കേക്കും സമ്മാനമായി നൽകി. പള്ളിയിൽ യേശുവിന്റെ പിറവി തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റിമാരായ പോൾസൺ ചിറ്റിലപ്പള്ളി, ബാബു എടക്കളത്തൂർ, ജോഷി ചൊവ്വല്ലൂർ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ജൂബി വെള്ളറ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭ 110 നമ്പർ തിരുവത്ര കോട്ടപ്പുറം വത്സലൻ സ്മാരക അംഗൻവാടിയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ പ്രിയ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി വർക്കർ ജോയ്സി റോബർട്ട്, ആശാപ്രവർത്തക സാജിദ കരീം, ഷീബ സത്യൻ, PS മുനീർ, അനസ് അർജുനൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ ആഘോഷത്തിൽ വയോജനങ്ങളും പങ്കാളികളായി. കരോളും കേക്ക് വിതരണവും നടന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികനായി. ഫാദർ എഡ്വിൻ ഐനിക്കൽ സഹകാർമ്മികനായി. കുർബാനയ്ക്ക് ശേഷം ഇടവകയിലെ അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് കേക്ക് വിതരണവും ഉണ്ടായി. കൈക്കാരന്മാരായ MP ഫ്രാൻസിസ്, CK ജോർജ്, KP ഫ്രിൻഡോ, ബിജോയ് ജോസ് എന്നിവർ നേതൃത്വം നൽകി. CLC, KCYM സംഘടനകൾ ഒരുക്കിയ ക്രിസ്തുമസ് ദൃശ്യവിസ്മയങ്ങൾ ആഘോഷ പരിപാടികൾക്ക് കാന്തിയേകി. കേൾവി പരിമിതർക്കായുള്ള കുന്നംകുളത്തെ സർക്കാർ വിദ്യാലയത്തിൽ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷം സംഘടിപ്പിച്ച് കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ. സ്റ്റേഷൻ ഓഫീസർ B. വൈശാഖിന്റെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷം സംഘടിപ്പിച്ചത്. സ്കൂളിലെത്തിയ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾക്കായി സംവദിക്കുകയും ക്രിസ്തുമസ് ന്യൂഇയർ സന്ദേശം നൽകുകയും കേക്ക് മുറിച്ച് നൽകുകയും ചെയ്തു. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥൻ ഗോഡ്സൺ ക്രിസ്തുമസ് ഗാനം ആലപിച്ചു. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ ബെന്നി മാത്യു, രഞ്ജിത്ത്, റഫീഖ്, ലൈജു, ഹരിക്കുട്ടൻ, സനൽ, ജിഷ്ണു, ശ്യാം, സ്കൂൾ അധികൃതർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പഴഞ്ഞി അങ്ങാടി വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു. പ്രസ്തുത ചടങ്ങിൽ കൂട്ടായ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും കുന്നംകുളം പ്രസ് ക്ലബ് ട്രഷററുമായി കൂടി തെരഞ്ഞെടുക്കപ്പെട്ട സുമേഷ് പി വിൽസനെ പൊന്നാടണിയിച്ച് അഭിനന്ദിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ, സെക്രട്ടറി ബിനോയ് ടി മാത്യു, ജോയിന്റ് സെക്രട്ടറി വില്യംസ് പി ഉതുപ്പ്, എക്സിക്യൂട്ടീവ് മെമ്പർ സൈബു വിൽസൺ, കൺവീനർമാരായ സത്യൻ ചീരൻ, മിനി ബാബു, വിനു ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. അക്കിക്കാവ് TMVH സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ക്രിസ്മസ് ആഘോഷവും നടത്തി. 1995 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ ഓർമ്മക്കൂട്ടം എന്ന പേരിലുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ആഘോഷങ്ങൾ നടത്തിയത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് പ്രിൻസിപ്പാൾ രാജു പി ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് ജമാൽ കരിക്കാട് അധ്യക്ഷത വഹിച്ചു. മുൻ പ്രധാന അധ്യാപിക അനില ടീച്ചർ മുഖ്യാതിഥിയായി. കൂട്ടായ്മ അംഗങ്ങളായ ഷാജി പി കരീം, KK വിനോദ്, റാഷിദ്, ശ്രീകല, ബാബു, ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഇടവകയിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളിയിലെ പാട്ടു മത്സരം 2023 അരങ്ങേറി. മറ്റം ഇടവകയിലെ CLC പ്രവർത്തകരാണ് സെന്റ് തോമസ് ഫൊറോന പള്ളി അങ്കണത്തിൽ കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചത്. ഇടവക വികാരി ഫാദർ ഷാജു ഊക്കൻ കരോൾ ഗാനം പാടിക്കൊണ്ട് മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവകയിലെ 20 കുടുംബ കൂട്ടായ്മകൾ പങ്കെടുത്ത മത്സരത്തിൽ സെന്റ് അലോഷ്യസ് ഗോൺസാഗ യൂണിറ്റ് 1ാം സ്ഥാനവും സെന്റ് ക്ലാര യൂണിറ്റ് 2ാം സ്ഥാനവും നേടി. സഹവികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പിള്ളി, മെൽവിൻ ജോസഫ് ഡെൽവിൻ, എൽദോ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. കൺവീനർമാരായ ജോസഫ് ജോഷി, സാനിയ പ്രിൻസ്, ആൻമോൾ ബാബു, ഡെൽവിൻ, പ്രസിഡന്റ് എൽദോ എന്നിവർ നേതൃത്വം നൽകി. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ തിരുപ്പിറവി ആഘോഷിച്ചു. ഞായറാഴ്ച രാത്രി 11:30 ആരംഭിച്ച തിരുപ്പിറവി ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികനായി. ദിവ്യബലിക്ക് ശേഷം ക്രിസ്മസിനോടനുബന്ധിച്ച് നടത്തിയ പുൽക്കൂട് മത്സരം, മതബോധന വിദ്യാർത്ഥികൾക്കായി നടത്തിയ നാനോ ക്രിബ് മത്സരം, അപ്പം ചൂടൽ മത്സരം എന്നിവയിൽ വിജയികളായവർക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി. തുടർന്ന് ഇടവക വിശ്വാസികൾക്ക് കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ കേക്ക് വിതരണവും നോമ്പുവീടലും നടന്നു. CLC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ പുൽക്കൂട്, 350ഓളം ഡിസൈനുകളുള്ള നക്ഷത്രങ്ങൾ കൊണ്ടുള്ള പള്ളി പരിസരത്തെ അലങ്കാരം, ക്രിസ്മസ് ട്രീ എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റേകി. നോമ്പാചരണത്തിൽ ക്രിസ്മസ് വരെ എല്ലാ ദിവസവും ഇടവകയിലെ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വീടുകളിൽ സമ്പൂർണ്ണ ബൈബിൾ പാരായണവുമുണ്ടായിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ PC ലോന, ജോസ് പൊറുത്തൂർ, TA റെനീഷ്, AL ജയ്സിംഗ്, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബെത്സൈദ് അഗതി മന്ദിരത്തിലെ അംഗങ്ങൾക്കൊപ്പം ക്രിസ്തുമസ് ആഘോഷിച്ചു. KPGD ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ നായർ, ശൈലജ വിശ്വനാഥൻ, അഡ്വക്കേറ്റ് രാഹുൽ MA, ജെയിംസ്, രാജേഷ്, ലോഹിതാക്ഷൻ, രേഷ്മ സതീഷ് എന്നിവർ നേതൃത്വം നൽകി. സിസ്റ്റർ നിർമ്മല, സിസ്റ്റർ ജോവിറ്റ, ഫാദർ ആന്റണി എന്നിവർ പങ്കെടുത്തു. അഗതി മന്ദിരത്തിലേക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ KPGD പ്രവർത്തകർ കൈമാറി. മറ്റു വാർത്തകളിലേക്ക്. തലപ്പിള്ളി താലൂക്ക് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കരയോഗങ്ങളിലെ SSLC +2+1 വിദ്യാർത്ഥികൾക്കായി മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പുനർനവം ദ്വിദിന സഹവാസ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് K. രവീൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഭരണസമിതി അംഗവും മുണ്ടത്തിക്കോട് കരയോഗം പ്രസിഡന്റുമായ രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭർ ക്ലാസ് നയിച്ചു. വിവിധ കരയോഗങ്ങളിൽ നിന്നായി 250ഓളം വിദ്യാർത്ഥികളും ക്യാമ്പിൽ പങ്കെടുത്തു. ചരിത്രപ്രസിദ്ധമായ കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ലളിത സഹസ്രനാമ ലക്ഷാർച്ചന സമാപിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ലക്ഷാർച്ചന. ഭജൻ സന്ധ്യ, തിരുവാതിരക്കളി, കുച്ചിപ്പുടി, ഭരതനാട്യം തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ അന്നദാനവും ഒരുക്കിയിരുന്നു. കഴിഞ്ഞ 25 വർഷമായി ഭക്ഷണം തയ്യാറാക്കി വന്നിരുന്ന പാചക വിദഗ്ധൻ തൃപ്രയാർ സത്യൻ എമ്പ്രാന്തിരിയെ ക്ഷേത്രം ചെയർമാൻ രാധാകൃഷ്ണൻ മാസ്റ്റർ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ KM ഷാജി അധ്യക്ഷനായി. മുതിർന്ന CPM നേതാവും മുൻ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും എഴുത്തുകാരനുമായ TK നമ്പീശൻ മാസ്റ്ററുടെ 5ാം വാർഷിക അനുസ്മരണം തയ്യൂരിൽ നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു മുഖ്യപ്രഭാഷണം നടത്തി. വേലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറും സംഘാടക സമിതി ചെയർപേഴ്സണുമായ വിമല നാരായണൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാബുലയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സപ്ന റഷീദ്, KG ഗോപിനാഥ്, KB ഫ്രാൻസിസ്, അബിൽ ബേബി, K രാഹുൽ, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി MD കോളേജ് NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ആതിരപ്പള്ളി വെറ്റിലപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സപ്തദിന ക്യാമ്പിന് തുടക്കമായി. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജെസി ഡേവിഡ് സ്വാഗതം പറഞ്ഞു. ആതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജിജി പോൾ അധ്യക്ഷത വഹിച്ചു. പോലീസും പൊതുസമൂഹവും നിയമവും എന്ന വിഷയത്തിൽ ആതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO ലൈജുമോൻ ക്ലാസ് എടുത്തു. ആതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK റിജേഷ്, ഷാഹിദ് CK എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഡോക്ടർ മഞ്ജുഷ, സ്റ്റുഡന്റ് ലീഡർ അഭിയ എന്നിവർ സംസാരിച്ചു.
78 കുട്ടികളും 2 അധ്യാപകരും പങ്കെടുക്കുന്ന ക്യാമ്പ് ഡിസംബർ 29-ന് സമാപിക്കും. ഇനി നവമാധ്യമ കാഴ്ച. ക്രിസ്തുമസ് കാലമായാൽ പിന്നെ എവിടെ നോക്കിയാലും റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. ക്രിസ്തുമസ് പാപ്പമാരുടെ വേഷം വേറെ എന്തായാലും ഇതെല്ലാം കണ്ട് അണിഞ്ഞൊരുങ്ങി റോഡിലെ താരമാവുകയാണ് ഇക്കൂട്ടരും. സിജോ ജെറുസലേം നൽകിയ ദൃശ്യം. ചരമം. മറ്റം ചിറമേൽ പരേതനായ ഡിവൈഎസ്പി കൊച്ചു മാത്യു ഭാര്യ ഗ്രേസി മാത്യു നിര്യാതയായി. 74 വയസ്സായിരുന്നു. മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപികയായിരുന്നു. സംസ്കാരം മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടന്നു. റോസ്ലിൻ, ജെയ്സൺ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ ഋഷികേശം ടൂറിസ്റ്റ് ഹോം മാനേജിംഗ് ഡയറക്ടർ കണ്ടാണിശ്ശേരി വലിയറ മാധവൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. രേണുക ഭാര്യയാണ്. അഞ്ഞൂർ ഞമ്മനേങ്ങാട് തലശ്ശേരി ഭാർഗവിയമ്മ നിര്യാതയായി. 90 വയസ്സായിരുന്നു. പരേതനായ ശങ്കരൻ നായർ ഭർത്താവാണ്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ നടക്കും. ആനന്ദവല്ലി, പ്രസാദ്, മുരളീധരൻ, ഇന്ദിര എന്നിവർ മക്കളും. ഗോപാലൻകുട്ടി നായർ, ഉഷ, ചിത്രകുമാരി, ഉണ്ണികൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിച്ച നാട്. ക്രിസ്മസിനോടനുബന്ധിച്ച് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടികളും വർണ്ണാഭം. എരനെല്ലൂരിൽ വീട് കുത്തിത്തുറന്ന മോഷണം. പണവും സ്വർണവും മൊബൈൽ ഫോണുകളും കവർന്നു. പൊറുത്തൂർ ജോയിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. കുരുക്കഴിയാതെ കേച്ചേരി. തൃശൂർ കുന്നംകുളം പാതയിലെ പ്രധാന ജംഗ്ഷനായ കേച്ചേരിയിലെ ഗതാഗതക്കുരുക്ക് തുടർക്കഥയാകുന്നു. മൗനം പാലിച്ച അധികൃതർ. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് പെരുമ്പടപ്പ് SI N ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തു. തൃശൂർ റേഞ്ച് DIGയുടേതാണ് നടപടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.